കേരള സ്റ്റോറി 2 വലിയ അഭിമാനമുള്ളവരായിരിക്കുകയാണ് BJP-ക്കാര്. ഇനി ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക, ഹിന്ദുക്കൾ വേറെ, BJP-ക്കാര് വേറെ, മുസ്ലിംസ് വേറെ, പോപ്പുലർ ഫണ്ട് വേറെ, ക്രിസ്ത്യൻസ് വേറെ, കാസ വേറെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പ്രധാനമായിട്ട് ഇതിനെ മൂന്നിനെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് BJP-ക്കാര് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യം. ഈ മൂന്ന് കൂട്ടരും പരസ്പര വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് BJP-ക്കാര് ഇവിടെ ചെയ്യുന്നത്. അതായത് മതത്തിന് അടിമപ്പെട്ട് അതിന് അഡിക്റ്റായി ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ മറ്റുള്ള നിരപരാധികളുടെ തലയിൽ കൂടി അടിച്ചേൽപ്പിക്കുകയാണ് ഇവര്. അതിന് ലവ് ജിഹാദ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പേര് കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്. മനസ്സിലാക്കണം, സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിനൊരു പേരിടുന്നത്. നോർത്ത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു ക്രൂരമായി. എന്തുകൊണ്ട് ഈ വിഷജന്തുക്കള് അതിനൊരു പേരിടാത്തത്? കാരണം അതിനൊക്കെ ഒരു പേരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദിനെ ഇവര് എങ്ങനെ ഊതിപ്പെരിപ്പിച്ചോ അതുപോലെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു വിഷയമായി മാറും. ജനങ്ങൾ ഒരുമിച്ച് പ്രതികരിക്കും. മനസ്സിലാക്കുക, ഇതെല്ലാം BJP-യുടെ കേരളം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ്. നമ്മുടെ നാടിന്റെ റിസോഴ്സ് എല്ലാം കട്ടുമുടിക്കാൻ വേണ്ടി ജനങ്ങളുടെ മൈൻഡിനെ വഴിതിരിച്ച് വിടുവാണ് ഇവര്. ഇവരുടെ നികൃഷ്ടമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രപ്പകണ്ട നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ നമ്മുടെ നാട് ഇവര് കട്ടുമുടിക്കും. നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മുടെ ഓടകളിലും ചവറ്റുകൊട്ടയിലും പെറ്റുപെരുകുന്ന രോഗാണുക്കളാണ് BJP-ക്കാർ ഓരോരുത്തരും. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിയിരിക്കുകയാണ് ഓരോ BJP-ക്കാരനും. മനസ്സിലാക്കുക, പേ പിടിച്ച നായ്ക്കളെയും ക്യാൻസറിനെയും പാകിസ്ഥാൻ തീവ്രവാദികളെയും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഇവ മൂന്നിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറുത്തും മാറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. മനസ്സിലാക്കുക, ഇതൊക്കെ ഇവരുടെ വെറും ഫേക്ക് പ്രൊപ്പഗണ്ട മാത്രമാണെന്ന് മനസ്സിലാക്കാൻ നിസാര ബോധം മതി. നിസാര ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കേരള സ്റ്റോറിയുടെ പ്രൊമോഷന് ഇവർ യഥാർത്ഥ ഇരകളായിട്ട് അണിനിരത്തിയത് 37 നോർത്ത് ഇന്ത്യൻ സ്ത്രീകളെയായിരുന്നു. കേരള സ്റ്റോറി എന്താണെന്ന് തീരുമാനിക്കേണ്ടത് തെരുവ് നായ്ക്കളുടെ പോലും അഭിമാനം തൊട്ട് തീണ്ടാത്ത BJP-ക്കാരാണോ? മനസ്സിലാക്കുക, കേരളം എന്ന് പറഞ്ഞാൽ മലയാളികളാണ്, അല്ലാതെ ഹിന്ദുക്കളും അല്ല, മുസ്ലിമും അല്ല, ക്രിസ്ത്യനും അല്ല. കേരളം എന്ന് പറഞ്ഞാൽ ഒരു മോന്റെ തന്തയുടെ വകയല്ല.